الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സർവശക്തനായ പടച്ചറബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നിരവധി ആളുകൾ വിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞ സന്ദർഭമാണ്. അറബ് മാസത്തിലെ അവസാനത്തെ മാസമായ ദുൽഖഅദ് മാസം ഏതാനും ദിവസങ്ങൾക്കകം ദുൽഹജ്ജ് മാസം അഥവാ ദുൽഖഅദ് വിട പറയുകയും അങ്ങനെ ദുൽഖഅദ് എന്ന അറബ് മാസത്തിൻ്റെ അവസാനത്തെ മാസം നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സന്ദർഭം കൂടിയാണ്. വളരെ പ്രധാനവും പുണ്യവും പവിത്രവുമായ 10 ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം സത്യം, 10 രാത്രികൾ സത്യം. വിശാലമായ തലത്തിൽ ആ ആയത്തിൻ്റെ വ്യാഖ്യാനം പരതുമ്പോൾ റമദാൻ മാസത്തിൻ്റെ 10 രാത്രികൾ പ്രധാനമാണ്. എന്നാൽ ദുൽഹിജ്ജയുടെ 10 പകലുകളും സമാനമായ പ്രാധാന്യമുണ്ട് എന്ന് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്ത് പുണ്യം ചെയ്ത് നല്ല മനുഷ്യന്മാരായി പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം സമർപ്പിക്കുവാൻ, കാഴ്ചവെക്കുവാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളത് മറ്റാരേക്കാൾ ആവശ്യമുള്ളത് നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായി വരുന്നു. ആദർശ പിതാവിൻ്റെ ദുആയുടെ ഒരു ഭാഗം കഴിഞ്ഞ ഖുത്ബയിൽ കേൾപ്പിക്കുകയുണ്ടായി. വജഅലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ, വിട പറഞ്ഞു പോയാലും അസാന്നിധ്യത്തിലും ആളുകൾ അവരുടെ നാവിൻ്റെ തുമ്പത്ത് നല്ല വാക്കുകൾ എന്നെക്കുറിച്ച് പറയിപ്പിക്കണം റബ്ബേ എന്ന കൊല്ലക്കണൽ 4000-ത്തിനപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ ദുആ ഖിയാമം വരെ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ പ്രതിഫലനമെന്നോണം നമുക്കിത് കാണാൻ സാധിക്കും. അതേ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പാരമ്പര്യത്തിൽ പരമ്പരകളിൽ അനേകം പ്രവാചകന്മാരെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ
വളരെ പ്രധാനമായ മറ്റൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. അത് നിർഭയത്വവുമായി ബന്ധപ്പെട്ടാണ്. ജീവിതത്തിന് നിർഭയത്വം ആവശ്യമാണ്, സ്വൈരം ആവശ്യമാണ്, സുരക്ഷിതത്വം ആവശ്യമാണ്, വ്യക്തിക്ക് നിർഭയത്വം ആവശ്യമാണ്. വിശ്വാസം ഒരു മനുഷ്യന് കൊടുക്കേണ്ടതുപോലെ നിർഭയത്വമാണ്. ഭീകരതയും ഭീതിയും നൽകുന്ന വിശ്വാസം മനുഷ്യനെ അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അതുകൊണ്ടാണ് വിശ്വാസിയെ പറ്റി ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമ. അവർ വിശ്വസിച്ചു, യാതൊരു തരത്തിലുള്ള അക്രമവും അവരെ പൊതിഞ്ഞില്ല. ആ ഉൽമിന്റെ വ്യാഖ്യാനം ശിർക്ക് എന്ന് കാണുന്നു. ബഹുദൈവ ലാഞ്ചന അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായില്ല. വിഷാദങ്ങൾ, വിഷമങ്ങൾ, വേപതുകൾ, പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ എന്തു വന്നാലും അവർ അവരുടെ റബ്ബിനോട് തേടുന്നു, പ്രാർത്ഥിക്കുന്നു. തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുന്നു. അത് ജീവിതത്വം കൊണ്ട് സാർത്ഥകമാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ഭയവും അവർക്കില്ല, അവർക്ക് നിർഭയത്വമാണ്. ഉലൈക ലഹുമുൽ അംൻ. അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകും. മാത്രമല്ല വഹും മുഹ്തദൂൻ, അവർ ഹിദായത്ത് ലഭ്യമായവരായി മാറുന്നു, മാർഗദർശനത്തിൽ അവർ എത്തിച്ചേരുന്നു. വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമാണ്. ജീവിതത്തിൽ നിർഭയത്വം ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അത് കാണുന്നു. സലാം മുട്ടുമ്പോൾ അല്ലാഹുമ്മ അന്തസ്സലാം, പടച്ചവനെ നീ സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം. മുഅ്മിനായ മനുഷ്യനെ, സഹോദരനെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് നിർഭയത്വം കൊടുക്കുക. അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കുണ്ടാകട്ടെ. തിരിച്ചും അങ്ങനെ നിർഭയത്വം കേവലം ഒരു ഭംഗിവാക്കല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന, ഒരു ദുആ. അതൊരു ജനതയുടെ കെട്ടുറപ്പായി മാറുന്നു, അതൊരു ജനതയുടെ അഭിമാനമായി മാറുന്നു, അതൊരു ജനതയുടെ ഉജ്ജ്വലമായ സംസ്കാരമായി മാറുന്നു. അഫ്ശുസ്സലാമ ബൈനക്കും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവല അദുല്ലുക്കും അലാ ശൈഅ്. ഒരു കാര്യം പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾ നടപ്പാക്കിയാൽ തഹാബബതും, നിങ്ങൾക്ക് ഇഷ്ടമാകും പരസ്പരം. വൈരം പോകും, വെറുപ്പ് പോകും, വിദ്വേഷം പോകും. അതിനൊരു കാര്യം പറഞ്ഞു തരാം. അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾ പരസ്പരം സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക. വ്യക്തികൾ, കുടുംബങ്ങൾ, വീട്ടിലെത്തുന്ന പിതാവ്, മാതാവ്, മക്കൾ ഒക്കെ പരസ്പരം അങ്ങനെ അസ്സലാമു അലൈക്കും, അല്ലാഹുവിൻ്റെ രക്ഷ നിങ്ങളുടെ മേലിലുണ്ടാകട്ടെ. തിരിച്ചും അല്ലാഹുവിൻ്റെ രക്ഷയും അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേലിലുണ്ടാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവൻ മരിച്ചപ്പോ അവന്റെ മയ്യത്ത് ആറടി മണ്ണിൽ വെച്ചപ്പോ, അത് മൂടുകല്ല് വെച്ചപ്പോൾ തിരിഞ്ഞു പോരാതെ അവിടെ നിന്നിട്ട് നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ഈ മനുഷ്യന് ഉത്തരം പറയാനുള്ള സ്ഥൈര്യം നൽകണം. അങ്ങനെ പറഞ്ഞിട്ട് ആ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. എല്ലാവിധ ഭീതിയിൽ നിന്നും വെപ്രാളത്തിൽ നിന്നും ഈ മനുഷ്യന് നിർഭയത്വം നൽകണേ റബ്ബേ. ഖബറിന്റെ അകത്തളത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവന് വേണ്ടി ദുആയിലും നിർഭയത്വം കടന്നു വന്നു. വളരെ പ്രധാനമായ ഒരു സംഗതിയായിട്ടത് വന്നു. വിശ്വാസ നിർഭയത്വം മനുഷ്യന് നൽകുന്നു. ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാകണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. പ്രഖ്യാപനം മാത്രം പോരാ, സുമ്മസ്തഖാമൂ, പിന്നെ അവർക്ക് ഇസ്തിഖാമത്തുണ്ടായി. അവരൊരു നിലപാട് സ്വീകരിച്ചു. ഏത് പ്രതിസന്ധി വന്നപ്പോഴും അവർ റബ്ബിനെ കൈവിട്ടില്ല. അങ്ങനെ വന്നപ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കാൻ കിടക്കുന്നു. മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ സുവിശേഷ വാർത്ത, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഇതാ സന്തോഷ വാർത്ത. നിങ്ങൾ ആരെന്നറിയുമോ? നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. ജീവിതത്തിലും നിങ്ങളുടെ മരണത്തിലും
ഐഹിക ജീവിതത്തിലും നിങ്ങളുടെ പാരത്രിക ജീവിതത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. വിശുദ്ധരായ മലക്കുകളെ കൊണ്ട് അല്ലാഹു ഈ മുഅ്മിനിനോട് പറയിപ്പിക്കുന്നു. അതാണ് നിർഭയത്വം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. സ്വർഗത്തിലെ വിശ്വാസിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പറയുന്നുണ്ട്, അവിടെ സമാധാനമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ. ഒരു വെറും വാക്ക് അവിടെ കേൾക്കൂല. വലാ തഅ്സീമാ. ഒരു കുറ്റപ്പെടുത്തലും നിങ്ങൾ അവിടെ കേൾക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനം സമാധാനം, സ്വസ്ഥത സ്വൈരം, അതല്ലാതെ അവിടെ നിങ്ങൾ കേൾക്കൂല. അള്ളാഹു ഇവിടെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ വലിയൊരു ഗുണമായിട്ടാ പറയുന്നത്. പാലും തേനും സൗകര്യങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതങ്ങളൊക്കെ പറയുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ പറയാ, അവിടെ എത്തുമ്പോ നിങ്ങൾക്ക് സമാധാനമാണ്, നിങ്ങൾക്ക് അമ്നാണ്, നിങ്ങൾക്ക് സുരക്ഷിതത്വമാണ്. ഖുറൈശികളോട് അതുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഒരു അധ്യായം തന്നെ ഖുറൈശികൾക്ക് ഇറക്കി ആ പേരില്. എന്നിട്ട് അവരോട് പറയാൻ, ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റഹ്ലതശ്ശിതാഇ വസ്സയ്ഫ്. ഖുറൈശികൾക്ക് നാം ഇണക്കം നൽകി, 2 യാത്രകൾക്ക് അവരെ പാകപ്പെടുത്തി. അതൊന്ന് ചൂടുകാലത്തെ, മറ്റൊന്ന് തണുപ്പ് കാലത്തെ യാത്ര. വലിയ വലിയ കച്ചവട സംഘങ്ങളുമായിട്ട് ഷാമിലേക്കുള്ള യാത്ര, സിറിയയിലേക്കുള്ള യാത്ര, വ്യത്യസ്തമായ തലങ്ങളിൽ അവർ നടത്തുന്ന ഒരുപാട് യാത്രകൾ. ആ 2 യാത്രകൾക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കരുത്ത് പകർന്നു. അത് കാരണം എന്താ? മറ്റൊന്നുമല്ല, കൊള്ളസംഘം വരുന്ന കാലം, തട്ടിയെടുക്കുന്ന കാലം. പക്ഷേ ഖുറൈശികളാണെന്നറിഞ്ഞാൽ അവര് തൊടുകൂല. നിങ്ങൾക്ക് പോകാം, അവർക്ക് സുരക്ഷിതത്വമാണ്. കാരണം മറ്റൊന്നുമല്ല, അവർ കഅബയുടെ പരിചാരകന്മാർ, വിശുദ്ധമായ ഗേഹത്തിന്റെ സംരക്ഷകന്മാരും പരിചാരകന്മാരുമായതുകൊണ്ട് എല്ലാ കൊള്ളസംഘവും അവരെ വെറുതെ വിടും, നിങ്ങളെ പോയിക്കോ. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഈ കറുത്ത കഅബ, അതാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയതെങ്കിൽ ഈ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ആരാണ് റബ്ബെന്നറിയുമോ? അല്ലദീ അത്അമഹും മിൻ ജൂഅ്. അവൻ വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്നു. വആമനഹും മിൻ ഖൗഫ്. പേടിയിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം തന്നു. വിശപ്പിൽ നിന്ന് അന്നം തന്ന റബ്ബ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം തന്ന റബ്ബ്. ഖുർആനിലെ വളരെ പ്രസിദ്ധവും ചെറുതുമായ ഒരു അധ്യായത്തിൽ അത് വായിച്ചെടുക്കാൻ സാധിക്കും. അവിടെയാണ് ഖലീലുള്ളാഹിന്റെ ദുആ, ബഖറ സൂറത്തിലെ 126-ാമത്തെ ആയത്ത് ഓതി വെച്ചത്. വഇദ് ഖാല ഇബ്രാഹീം. ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. അടച്ചവനെ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണം, ഇത് സുരക്ഷയുടെ നാടാക്കണം, ഇത് സ്വൈരമുള്ള നാടാക്കണം, ഈ നാടിനെ നീ കാക്കണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ നാട്ടിൽ അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്, അന്ത്യനാളിൽ വിശ്വസിച്ചവർക്ക് നീ പഴവർഗ്ഗങ്ങൾ ഇറക്കിക്കൊടുക്കണം. അതൊരു പ്രവാചകന്റെ മനസ്സാണ്. അള്ളാഹു പറഞ്ഞു, അങ്ങനെയല്ല ഇറക്കിക്കൊടുക്കുക. വമൻ കഫർ ഖാല വമൻ കഫർ. എന്നെ നിഷേധിച്ചവനും നമ്മൾ കൊടുക്കും. ദുനിയാവാണിത്. തള്ളിപ്പറഞ്ഞവന് കൊടുക്കും, ആക്ഷേപിച്ചവന് കൊടുക്കും. ഖാല വമൻ കഫർ. പക്ഷേ ഫഉമത്തിഉഹു ഖലീല. വളരെ കുറച്ചു കാലം അവൻ ആസ്വാദനങ്ങൾ നമ്മൾ കൊടുക്കും. സുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ. പിന്നെ ഭീകരമായ നരകത്തിന്റെ ശിക്ഷ നാം അവന് നൽകും. വബിഅ്സൽ മസീർ. അതെത്ര ചീത്തയാണ്. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഒരു പ്രവാചകന്റെ ദുആ, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ നാട് നിർഭയത്വമുള്ള നാടാക്കണം, ഈ നാട് സുരക്ഷയുടെ നാടാക്കണം. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പരാമർശം കാണാം.
ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞിട്ട് അവിടെ അമ്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നാട് സുരക്ഷിതത്വത്തിന്റെ നാടാണ്. വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. നിർഭയത്വമുള്ള ഈ നാട് തന്നെയാണ് സത്യം. ഖുർആൻ പറയുന്നു, മനുഷ്യന് വേണ്ട നിർഭയത്വം അതവന്റെ വിശ്വാസം അവന് നൽകണം, അവന്റെ സംസ്കാരം അവന് നൽകണം. അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിലെ ചെല്ലിപ്പടിച്ച പണ്ടത്തെ ആറാമത്തെ ഒരു സംഗതിയുണ്ട്, അൽ ഖൈറു വശ്ശർറു മിനല്ലാഹി തആല. ജീവിതത്തിൽ നന്മയും തിന്മയും തരുന്നത് പടച്ചോനാണ്. ആ ഒരു വിശ്വാസം ഉള്ളിൽ വന്നാൽ പിന്നെ മനുഷ്യന് സമാധാനം ഉണ്ടാകും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും വിഷമം വരുമ്പോൾ അത് വേറെ എവിടുന്നേലും ആണെന്ന് തോന്നിയാൽ അത് അസ്വസ്ഥതകൾ വർദ്ധിക്കും. എനിക്ക് തരുന്നത് എൻ്റെ റബ്ബ്, അസുഖം തരുന്നത് ഇബ്രാഹിം നബി പറഞ്ഞ പോലെ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വരുമ്പോ അത് സുഖപ്പെടുത്തുന്നവൻ എൻ്റെ റബ്ബാണ്, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ എൻ്റെ റബ്ബാണ്. ഒരു വിശ്വാസിക്ക് എന്നെന്നുണ്ടാകേണ്ട ബോധം ഇത് തകർക്കപ്പെടുന്നു എപ്പോ? ഖുർആൻ തന്നെ പറയുന്നു ഹജ്ജ് സൂറത്തിൽ, വമിനൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഒരു ഓരത്തിരുന്നിട്ടാണ് അവർ അല്ലാഹുവിനെ ആരാധിച്ചത്. ഒരു തെല്ലത്ത്, ഒരു വക്കത്ത്, എപ്പോഴാ ചാടുകയെന്നറിയൂല, ഒരു വക്കത്ത് നിന്നിട്ട് പടച്ചോൻ അങ്ങനെ ആരാധിക്കാം. ഫഇന്ന സ്വാബഹു ഖൈറുൻ, ഒരു നന്മ അവർക്ക് വന്നാൽ ഇത്ബഅന്ന ബിഹി, അവർക്ക് സമാധാനായി, കുഴപ്പമില്ല, മുന്നോട്ട് പോകാം, ഞാൻ കൂടെ നിൽക്കാം, ഞാനിങ്ങനെ പോകാം. അതേ സമയത്ത് വഇന്ന സ്വാബതുഹു ഫിത്ന, ഒരു പരീക്ഷണം അവർക്ക് വന്നാൽ, ഒരു വിഷമം വന്നാൽ, ഒരു നഷ്ടം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു മരണം പ്രിയപ്പെട്ടവന്റെ വന്നാൽ, അങ്ങനെയൊക്കെ വന്നാൽ, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നാൽ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ മുഖം കുത്തി വീണു. ഞാൻ തരില്ല, ഞാൻ മാറുകയാണ്, എന്നെ കൊണ്ടാവൂല. അങ്ങനെ വഴിപിരിഞ്ഞു പോകുന്ന മനുഷ്യന്മാർ ഖസിറ ദുനിയാ വല്ലാഖിറ, ദുനിയാവും അവർക്ക് നഷ്ടമായി, ആഖിറവും അവർക്ക് നഷ്ടമായി. ഈ പരീക്ഷണം വരുമ്പോ ക്ഷമിക്കുക, എന്നിട്ട് പടച്ചോനോട് പറയാം, എന്നാ അള്ളാഹു അത് തുറപടിയാക്കി തരും, പടച്ചോനത് സലാമത്താക്കി തരും. അബൂസലമ മരിച്ച ദിവസം ആകെ അന്തം വിട്ട് നിൽക്കുക. ഉമ്മുസലമയുടെ ദുആയുണ്ട്, എന്ത് പറയണമെന്നറിയില്ല. പക്ഷെ ഞാനന്നൊരു ദുആ നടത്തി, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ ലീ, പടച്ചവനെ ഈ വിപത്ത് താങ്ങാൻ എനിക്ക് കരുത്ത് തരണം, എനിക്ക് ഇദ്ദേഹത്തെക്കാൾ നല്ല ഒരു ഇണ വേണം. അതൊരു ഉള്ളിൻ്റെ ആവശ്യമാണ്, ഒരു ചോദനയാണ്, ഒരു പ്രചോദനമാണ്. ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അബൂസലമയെ വീട് ബഹിഷ്കരിച്ചു, ഉമ്മുസലമയെ വീട്ടുകാരെ പുറത്താക്കി. ദാമ്പത്യം മാത്രം അഭയമായിട്ട് രാവും പകലും മുന്നോട്ട് പോകുന്ന കാലത്ത് പ്രിയങ്കരൻ മരിച്ചു പോയപ്പോൾ ഒറ്റപ്പെട്ട ആ നേരത്ത് ഒരു പെണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആ തീനാളം കാളി പടരുന്ന പോലെയുള്ള തീർത്താൽ തീരാത്ത നൊമ്പരം നിറഞ്ഞ ദുആ, പടച്ചവനെ എനിക്ക് ഒരു ഇണ വേണം, ഈ മുസീബത്ത് താങ്ങാൻ എനിക്ക് കരുത്ത് വേണം. മുസലമ പറയുന്നുണ്ട്, എൻ്റെ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ദിവസം ഞാൻ നടത്തിയ ഒരു ദുആയുണ്ട്, അതിൻ്റെ ഒരു കനമുണ്ട്, അത് അല്ലാഹു സ്വീകരിച്ചു. ഇതിലും നല്ല ഒരു ഇണ, അബൂസലമയെക്കാളും നല്ല ഒരു ഇണ ജിബ്രീൽ പാറിപ്പറക്കണം, റസൂലുള്ളാഹിക്ക് വഹയി കൊടുക്കണം, ജീവിതത്തിലേക്ക് ഉമ്മുസലമ കൂടി കടന്നു വരണം. അങ്ങനെ പുണ്യനബിയുടെ ഭാര്യയായിട്ട് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ മാറുന്നത് ചരിത്രമാണ്, അത്ഭുതമാണ്. വീണ നേരത്ത്, തകർന്ന നേരത്ത്, പ്രതിസന്ധി വന്ന നേരത്ത് മതം തള്ളിപ്പറഞ്ഞ്, ഖുർആൻ തള്ളിപ്പറഞ്ഞ്, ദീന് തള്ളിപ്പറഞ്ഞ്, മഹല്ല് തള്ളിപ്പറഞ്ഞ്, സംസ്കാരങ്ങളെ തള്ളിപ്പറഞ്ഞ്, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന എത്രയോ മനുഷ്യന്മാരുള്ള പുതിയ കാലത്ത് وَمِنَ النَّاسِ مَن يَعْبُدُ اللَّهَ عَلَى حَرْفٍ فَإِنَّ صَوَابَهُ خَيْرٌ اطْمَأَنَّ بِهِ.
ആ വാക്ക് വല്ലാത്തതാണ്. നന്മ കിട്ടുമ്പോൾ സാന്ത്വനം, ഒരു പരീക്ഷണം വരുമ്പോൾ അവരാകെ മാറിപ്പോയി. അവർക്ക് ദുനിയാവിൽ നഷ്ടമാണ്, ആഖിറത്തിലും നഷ്ടമാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. വല്ലാത്തൊരു നഷ്ടമാണ് അവർക്ക്. ഹജ്ജ് സൂറത്തിന്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ ഈ ആയത്ത് കാണാൻ സാധിക്കും. വലിയ പാടല്ലേ അത് പകർന്നു നൽകുന്നത്. വിശ്വാസിയുടെ പ്രത്യേകത പറയുന്നത് തന്നെ അജബൽ ലി അംറിൽ മുഅ്മിൻ എന്നാണ്. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. എന്ത് വന്നാലും അവന് ഖൈറായി മാറുന്നു. അവന് വിഷമം വരുമ്പോൾ അവൻ ക്ഷമിക്കും, അതിന് കൂലി. അവന് സന്തോഷങ്ങൾ വരുമ്പോൾ അവൻ റബ്ബിനെ സ്തുതിക്കും, അതിനും അവന് കൂലി. ലോകത്ത് സത്യവിശ്വാസിക്കല്ലാതെ ഇങ്ങനെ ഒരു സൗഭാഗ്യമില്ല. അതുകൊണ്ട് അജബൽ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമായി മാറിയിട്ടുണ്ട്. എന്ത് പരീക്ഷണം വന്നാലും ആ അന്ന് അത് നഷ്ടപ്പെട്ടു പോകില്ല. ഒരു കച്ചവടം പൊളിഞ്ഞു, അതോടുകൂടി ദുനിയാവെന്ന് ഔട്ടായോ നമ്മൾ? ഇല്ലല്ലോ, ഒന്നുമില്ല. ചിലപ്പോൾ അതിലൊരു നന്മ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകണം. അത് ചിലപ്പോൾ ഇഹലോകത്താകാം, അല്ലെങ്കിൽ പരലോകത്താകാം. അതുകൊണ്ട് ആ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നിങ്ങൾ ഖൈറാണെന്ന് കരുതുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഷർറാണ്. നിങ്ങൾ ഷർറാണെന്ന് കരുതുന്നതോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഖൈറാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്തവരും അല്ലാഹു അറിയുന്നവനുമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. മനുഷ്യൻ കരുതി അത് നഷ്ടമാണ്, ദുഃഖമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചത് കൊണ്ട്, ആ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട്, ആ കുടുംബം എന്നെ ഒഴിവാക്കിയത് കൊണ്ട്, ഞാൻ എത്ര ഉയരത്തിലായി, അയാൾ എന്നെ പറഞ്ഞു വിട്ടത് കൊണ്ട് ഇന്ന് ഞാൻ എത്ര ഉന്നതിയിലും ആ ഔന്നത്യത്തിലുമായി, അങ്ങനെ പറയും എത്രയോ ആളുകളെ കാണാം. ഖുർആൻ അല്ലാഹ് പറയുന്നതാണ്. അത് വിശ്വാസിക്ക് മാത്രം തിരിയുന്ന ആയത്താണ്. എന്ത് പ്രതിസന്ധിയും പ്രയാസം വരുമ്പോഴും അന്ന് അവന്റെ ജീവിതത്തിന്റെ കൂടെ ഹൃദയത്തോടൊപ്പം കുടിൽ കെട്ടി പാർക്കുകയാണ്. താബിയായ മനുഷ്യനാണ്, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. പക്ഷേ അവിടുന്ന് വെളിച്ചം കെട്ടിയ സഹാബിമാരെ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരുടെ കാൽപാദങ്ങൾ പിന്തുടർന്നിട്ടുണ്ട്. അവരുടെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു കരുത്തുണ്ടാവും മനുഷ്യൻ. ദിമിഷ്കിലേക്കുള്ള യാത്ര, ആ യാത്രക്കിടയിൽ പെട്ടെന്നൊരു അസുഖം, എല്ലാം വളരെ പെട്ടെന്ന്. അദ്ദേഹത്തിന്റെ കാല് പഴുക്കാൻ തുടങ്ങി. പഴുപ്പിങ്ങനെ കയറി വരിക. ആളുകൾ പറഞ്ഞു വല്ല വൈദ്യന്മാരെയും കാണണം. അങ്ങനെ ചികിത്സിക്കാൻ ആള് വന്നു. വന്നയാള് പറഞ്ഞു, ഡോക്ടർ, വിദഗ്ധനായ വൈദ്യൻ പറഞ്ഞു, കാല് മുറിക്കാതെ രക്ഷയില്ല, അല്ലെങ്കിൽ പഴുപ്പ് ശരീരത്തിലേക്ക് ഇനി വ്യാപിക്കും. അദ്ദേഹം പറഞ്ഞു, മുറിച്ചു കൊള്ളുക. അയാളൊരു മരുന്നുമായി വന്നു കുടിക്കാൻ. ഇന്നത്തെ അനസ്തേഷ്യയുടെ പഴയ രൂപമാണ്. ബോധം കെടുത്താൻ പോവുകയാണ്, നിങ്ങളിത് കുടിക്കണം. ആ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ റബ്ബിനെ മറന്നിട്ട് ഒരു മിനിറ്റ് എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ ഓർക്കും. ഞാൻ നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കാരം, നിങ്ങളത് നിർവഹിച്ചു കൊള്ളൂ. കാല് മുറിച്ചു മാറ്റി എന്നാണ്. വേദന പോലും അറിയാതെ ആ മനുഷ്യനത് സഹിച്ചു. അത് കരഞ്ഞ് മുറിച്ചു മാറ്റി എന്നറിഞ്ഞപ്പോ എൻ്റെ മുസീബത്ത്, എൻ്റെ വിഷമം, എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖം, എൻ്റെ പ്രതീക്ഷകളിൽ വന്ന വിള്ളൽ ഒന്നുമല്ല പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. മറ്റൊരവയവത്തിനും ഒരു കേടും എനിക്കല്ല തന്നില്ല. ഒരു കാലിന് മാത്രം ഒരു തകരാറ്, എല്ലാ അവയവങ്ങളും സുരക്ഷിതമായി നിർത്തി തന്ന റബ്ബേ, നിനക്കാണ് സകലമാന സ്തുതിയും. അന്നത്തെ രാത്രി അദ്ദേഹത്തിനൊരു കേൾവി, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവയവം ശരിക്കും മുറിച്ചു മാറ്റുന്ന പോലെ പ്രിയപ്പെട്ടവൻ രക്തം മരണപ്പെടുമ്പോ, രക്തം ജീവിതത്തിൽ നിന്ന് പോകുമ്പോ, പ്രിയങ്കരൻ യാത്ര പറയുമ്പോ ഒരു പിതാവ് അനുഭവിക്കുന്ന ദുഃഖം അത് വളരെ വലുതാണ്. അതാ വിവരം കിട്ടിയത്.
ഇന്നാലില്ല പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞതും അൽഹംദുലില്ലാഹ്. ആളുകൾ ചോദിച്ചു എന്തേ അങ്ങനെ പറയാൻ? അപ്പം പറഞ്ഞു, എനിക്കല്ല 7 മക്കളെ തന്നു, 6 മക്കളും ഇപ്പോഴും സുരക്ഷിതരാണ്. അവരൊക്കെ എൻ്റെ കൂടെ എനിക്ക് ദുആ ചെയ്ത്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എനിക്ക് അടയാളമായി, എനിക്ക് ദുനിയാവിൽ അല്ലാഹു അവരെ ബാക്കി തന്ന നിലക്ക് സർവസ്തുതിയും അല്ലാഹുവിനാണ്. അതാണ് വിശ്വാസം, അതാണ് അമ്ന്. അതുകൊണ്ട് നാട്ടിൽ അമ്ന് വേണം, കുടുംബത്തിൽ അമ്ന് വേണം, മനുഷ്യന്റെ ഉള്ളിലും അമ്ന് വേണം. എല്ലാ അമ്നുകളും ഉണ്ടെങ്കിലേ മനുഷ്യര് നിലനിൽപ്പ്, മനുഷ്യന്റെ ജീവിതം സത്യസന്ധമാകൂ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറയുന്നൊരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ഇത് ഖാല ലഹു അസ്ലിം, അനുസരിക്കണം കേട്ടോ ഇബ്രാഹിം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന് ഞാനിതാ എന്നെ സമർപ്പിച്ചു, എന്നെ തന്നെ റബ്ബെ ഞാൻ സമർപ്പിച്ചു എന്ന് പറയുന്ന വല്ലാത്തൊരു വാക്ക്. അതുകൊണ്ട് സുരക്ഷിതത്വം, വിശ്വാസം നൽകുന്ന സുരക്ഷിതത്വം അത് നമുക്കുണ്ടാകണം. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ഭീതിയല്ല, അത് പേടിയല്ല. എന്ത് പ്രതിസന്ധി വന്നാലും, ആരൊക്കെ അവഗണിച്ചാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ഏറ്റവും പ്രിയപ്പെട്ടവൻ വെറുപ്പ് കാണിച്ചാലും, അകത്തളത്തിൽ പിന്നെയും ഒരു പ്രകാശധാര തെളിഞ്ഞു വരും. അത് റബ്ബിന്റെ കാവൽ, ആ സുരക്ഷിതത്വ ബോധം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.